അരിയും അരിപ്പൊടിയും നാളികേരപ്പാലും ഒന്നും ചേർക്കാതെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റിയും ക്രിസ്പിയുമായിട്ടുള്ള അച്ചപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക. ഒരു മീഡിയം വലുപ്പത്തിലുള്ള മുട്ടയായിരുന്നു. അതിലേക്ക് നമുക്ക് 1/4 കപ്പ് പഞ്ചസാരയും അതുപോലെ 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഒരു സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു വിസ്ക് വെച്ചിട്ടോ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ആ പഞ്ചസാര നല്ലതുപോലെ മെൽറ്റായി വരണം കേട്ടോ. നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം അതിലേക്ക് നമുക്ക് 1/2 കപ്പ് പശുവിൻ പാൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പാക്കറ്റ് പാലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പശുവിൻ പാൽ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ബാക്കിയുള്ള പഞ്ചസാര അലിയാത്തതുണ്ടെങ്കിൽ അതുകൂടി നമ്മൾ പാൽ ചേർക്കുമ്പോൾ അലിഞ്ഞ് വരും കേട്ടോ. അങ്ങനെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കതിലോട്ട് 1 കപ്പ് മൈദ കുറേശ്ശെയായിട്ട് ചേർത്ത് കട്ടയൊന്നുമില്ലാതെ ബാറ്റർ റെഡിയാക്കി എടുക്കണം. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ ഇങ്ങനെ വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്യുന്നതിന് പകരമായിട്ട് ഇതെല്ലാം ചേർത്ത് മിക്സിയുടെ ജാറിലൊന്ന് കറക്കിയെടുത്ത് കഴിഞ്ഞാൽ എളുപ്പത്തിന് നമുക്കത് കട്ടയില്ലാതെ ബാറ്റർ റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ മിക്സി യൂസ് ചെയ്തില്ലാന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ആവണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഈ ബാറ്റർ എല്ലാം ഇട്ട് കൊടുത്ത് ഒന്ന് അടിച്ചെടുത്താൽ മതി. ഇപ്പോൾ 1/2 കപ്പ് പാലൊഴിച്ചിട്ട് നമ്മൾ ബാറ്റർ കലക്കിയപ്പോൾ ബാറ്റർ ഭയങ്കര തിക്കായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും തിക്ക് വേണ്ട നമ്മുടെ അച്ചപ്പം ഉണ്ടാക്കാനായിട്ട്. കുറച്ച് ലൂസായിട്ട് വേണം ബാറ്റർ ഇരിക്കാനായിട്ട്. അതുകൊണ്ട് ഞാൻ അതിലേക്ക് 1/4 കപ്പ് കൂടി പാൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പാൽ നമ്മൾ 1/4 കപ്പ് ആഡ് ചെയ്യുന്നത് കുറേശ്ശെയായിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. കാരണം നമ്മൾ എടുക്കുന്ന മുട്ടയുടെ വലിപ്പം അനുസരിച്ചിട്ട് ഓരോരുത്തരിലും ആഡ് ചെയ്യേണ്ട പാലിൻ്റെ അളവ് വ്യത്യാസമായിരിക്കും. ചിലപ്പോൾ 1/4 കപ്പിനേക്കാൾ കുറച്ച് കൂടുതൽ വേണ്ടി വരുമായിരിക്കും, അല്ലെങ്കിൽ 1/4 കപ്പിനേക്കാൾ കുറവ് മതിയായിരിക്കും. അപ്പോൾ അത് നോക്കിയിട്ട് വേണം ആഡ് ചെയ്യാനായിട്ടോ. ഞാനിപ്പോൾ ഇവിടെ 1/4 കപ്പ് മുഴുവനും പാൽ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ നമ്മുടെ ബാറ്റർ കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചപ്പം ഉണ്ടാക്കാനുള്ള പാത്രം ഏതാണെന്നുണ്ടെങ്കിൽ അതെടുത്ത് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടാക്കി എടുക്കാം. എണ്ണ നല്ലതുപോലെ ചൂടായി വരണം. അതുപോലെ നമ്മൾ ഓരോ പ്രാവശ്യം അച്ചപ്പം ഉണ്ടാക്കിയെടുക്കുമ്പോഴും ബാറ്റർ നന്നായിട്ട് ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ പൊടി അടിയിൽ അടിഞ്ഞു കൊടുക്കും കേട്ടോ. അത് ഇല്ലാണ്ടിരിക്കാനാണ് ഇളക്കി കൊടുക്കുകയെന്ന് പറയുന്നത്. ഇപ്പോൾ എണ്ണ ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് അച്ചപ്പത്തിന് അച്ച് 1 മിനിറ്റ് ഒന്ന് മുക്കി വയ്ക്കണം. അച്ച് നന്നായി ചൂടായതിന് ശേഷം വേണം ബാറ്ററിലോട്ട് മുക്കാനായിട്ട്. അപ്പോൾ മാത്രമാണ് ആ ബാറ്റർ അച്ചിൽ പറ്റി പിടിക്കുകയുള്ളൂ കേട്ടോ. അതുപോലെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അച്ചിന് മുകളിലോട്ട് ഒരിക്കലും ബാറ്റർ ആവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ചൂടായ എണ്ണയിലോട്ട് പതിയെ അച്ചൊന്ന് മുക്കി ഇതുപോലെ ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അച്ചപ്പത്തിൻ്റെ അച്ചിൽ നിന്നും അച്ചപ്പം വിട്ടുവരും. ഇനി മീഡിയം ഫ്ലെയിമിൽ തീ വെച്ചിട്ട് തിരിച്ചും മറിച്ചെല്ലാം ഇട്ട് കൊടുത്ത് ഒരു ഗോൾഡൻ ചെറുതായി ഒന്ന് കളർ, 2 ഭാഗത്തും ചെറുതായി ഒന്ന് കളർ ചേഞ്ച് ആയിട്ട് ഒരു പുളിയുറുമ്പിൻ്റെ കളർ എന്നൊക്കെ പറയില്ലേ, ആ ഒരു കളർ ആവുന്ന വരെ നമുക്കിതൊന്ന് മൊരിയിച്ചെടുക്കാം. അങ്ങനെ നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വന്നു കഴിയുമ്പോൾ നമുക്കത് എണ്ണയിൽ നിന്നും കോരിയിട്ട് മറ്റൊരു പാത്രത്തിലോട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ അത് കുറച്ച് സോഫ്റ്റ് ആയ പോലെ തോന്നും. പക്ഷേ അത് കുറച്ച് നേരം പുറത്തിരുന്ന് ആ ഒരു ചൂടാറി കഴിയുമ്പോഴേക്കും നല്ല ക്രിസ്പിയും അതുപോലെ ആ കളറൊക്കെ നന്നായിട്ട് ചേഞ്ച് ആയി വരും കേട്ടോ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മൾ ഓരോ അച്ചപ്പം ഉണ്ടാക്കുമ്പോഴും അച്ചപ്പത്തിന് അച്ച് എണ്ണയിൽ വെച്ച് ചൂടാക്കാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം എണ്ണയിൽ ചൂടാക്കിയതിന് ശേഷം വേണം നമ്മൾ ബാറ്ററിൽ മുക്കാൻ. ഇല്ലാന്നുണ്ടെങ്കിൽ ബാറ്റർ അച്ചിൽ പറ്റി പിടിക്കില്ല. അപ്പോൾ ഇതെല്ലാം ശ്രദ്ധിച്ച് നിങ്ങൾ അച്ചപ്പം ഉണ്ടാക്കി നോക്കുക. വളരെ എളുപ്പമാണ്. നമുക്ക് നാളികേരപ്പാലും വേണ്ട, അരിപ്പൊടിയും അരി കുതിർക്കൊന്നും വേണ്ട. നല്ല എളുപ്പത്തിന് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.